Hello, welcome back to Commerce Easy Notes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ടാക്സേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതിലെ ഫസ്റ്റ് ഭാഗമാണ് പാർട്ട് 1 വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ ടാക്സേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മൾ 2-3 കൺട്രീസ് ആയിട്ട് ട്രേഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ലയബിലിറ്റി വരും. ഒരു പേഴ്സൺ ആയാലും അതെ, ഒരു ബിസിനസ്സിനായാലും അതെ. അപ്പോൾ ആ ടാക്സ് എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ഡബിൾ ടാക്സേഷൻ ഉണ്ട്, പിന്നെ അവോയ്ഡൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഡബിൾ ടാക്സേഷൻ ഒരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഒരേ കാര്യത്തിന് 2 തവണ ടാക്സ് അടിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അതുപോലെ ടൈപ്സ് ഓഫ് റിലീഫ് ഓർ അവോയ്ഡൻസ് ഓഫ് മെക്കാനിസം, അതുപോലെ ഡബിൾ ടാക്സേഷൻ റിലീഫ് പ്രൊവിഷൻസ് ഉണ്ട് ഇൻകം ടാക്സ് ഇന്ത്യയിൽ 1961 പ്രകാരം പറഞ്ഞിട്ടുള്ള ആക്ടിൽ. ഇങ്ങനെയൊക്കെയാണ് റിലീഫ് പ്രൊവിഷൻസ്. പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ്, പിന്നെ ആംസ് ലെങ്ത് പ്രിൻസിപ്പൽ എന്നീ ടോപ്പിക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ഓഫ് ഡബിൾ ടാക്സേഷൻ ആൻഡ് ഇറ്റ്സ് അവോയ്ഡൻസ് മെക്കാനിസം. അപ്പോൾ ഒരു ടാക്സ് പെയർ റെസിഡൻറ്റ് ഇൻ വൺ കൺട്രി ബട്ട് സോഴ്സ് ഓഫ് ഇൻകം സിറ്റുവേറ്റഡ് ഇൻ അനദർ കൺട്രിയാണ് ദ പോസിബിൾ ഓഫ് ഡബിൾ ടാക്സേഷൻ അറൈസ്. അപ്പോഴാണ് നമുക്ക് ഡബിൾ ടാക്സേഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ദിസ് അറൈസ് എന്ന 2 ബേസിക് റൂൾസ് ആണ് എല്ലാ കൺട്രിയിലും ഫോളോ ചെയ്ത് പോകുന്നത്. ജസ്റ്റ് സോഴ്സ് റൂൾ അല്ലെങ്കിൽ റെസിഡൻസ് റൂൾ. സോഴ്സ് റൂൾ പറയുന്നത് ദ ഇൻകം ഇസ് ടു ബി ടാക്സ്ഡ് ഇൻ ദ കൺട്രി ഇൻ വിച്ച് ഇറ്റ് ഒറിജിനേറ്റ്സ് irrespective of whether the income occurs to a resident or non-resident, whereas the residence rules to stipulate that the power to tax should rest with the country in which the taxpayer resides. ഇപ്പോൾ ഇവിടെ നമ്മൾ സോഴ്സ് റൂൾ പറയുന്നത് എവിടെയാണ് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഓൺ ദ ബേസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതിന് സെക്കൻഡ് പറഞ്ഞിട്ടുള്ള റെസിഡൻസ് റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇൻ കേസ് അത് വേറൊരു കൺട്രിയിലെ സോഴ്സ് റൂളാണ്. അങ്ങനെ 2 ഇൻ്റർചേഞ്ച് ആയിട്ട് വരുമ്പോൾ ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഡബിൾ ടാക്സേഷൻ വരുന്നത്. പക്ഷെ അത് ഒരു ബിസിനസ് ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത് 2 തവണ ഒരേ ഇൻകത്തിന് ഒരേ SSCയുടെ കയ്യിൽ നിന്ന് നമ്മൾ ടാക്സ് വാങ്ങിക്കുന്നതിനാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില അവോയ്ഡൻസ് റൂൾസും റെഗുലേഷൻസും പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇന്ത്യയിൽ അതിട്ട് ഇൻകം ടാക്സ് ആക്ട് 1960 അണ്ടർ ദിസ് മെത്തേഡ് നമ്മൾ റിലീഫ് പ്രൊവൈഡ് ചെയ്യുമ്പം 2 രീതിക്കാണ് റിലീഫ് പ്രൊവൈഡ് ചെയ്യുക. ബൈലാറ്ററൽ റിലീഫ് ആൻഡ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ റിലീഫിൽ ഗവൺമെൻറ് 2 കൺട്രിയുടെ ഗവൺമെൻറ് ഒരു എഗ്രിമെൻ്റ് വെക്കുന്നു. അവിടെ ഡബിൾ ടാക്സേഷൻ മ്യൂച്വൽ വർക്കിംഗ് ഔട്ട് വഴി ഗ്രൗണ്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബൈലാറ്ററൽ 2 രീതിക്ക് നോക്കാം, എക്സംപ്ഷൻ മെത്തേഡും ക്രെഡിറ്റ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആവും. എക്സംപ്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ചില പർട്ടിക്കുലർ ഇൻകത്തിന് നമുക്ക് എന്ത് ചെയ്യേണ്ട, 2 കൺട്രിയിലും റിലീഫ് അവൈലബിൾ ആണ്, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻ ടാക്സ് ക്രെഡിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഇൻകം ഇസ് ടാക്സിബിൾ ഇൻ ബോത്ത് കൺട്രീസ് ഇൻ അക്കോർഡിംഗ് വിത്ത് റെസ്പെക്റ്റീവ് ഓഫ് ദ ടാക്സ് ലോ. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ളതിന് എന്ത് ചെയ്യും, നമുക്ക് റിലീഫ് കിട്ടും. പ്രൊവൈഡഡ് ആ കൺട്രിയുടെ റെസിഡൻ്റ് ആണ് ടാക്സ് പെയർ എങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് സോഴ്സ് കൺട്രിയിൽ പേയ്മെൻറ്റ് വേണം. ഇനി ഇന്ത്യയിലെ ടാക്സേഷൻ ഡബിൾ ടാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 2ൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. ഈ യൂണിലാറ്ററൽ ആണെങ്കിൽ ഹോം കൺട്രി ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റും ഉണ്ടാവില്ല, ഹോം കൺട്രീൻ്റെ റൂളാണ് ആപ്ലിക്കബിളായി വരുന്നത്. ടാക്സേഷന് ചില റിലീഫ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു അണ്ടർ പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ ഇത് 3 തരത്തിലുള്ള എഗ്രിമെൻറ്റിൽ വെച്ചിട്ടാണ്, അതായത് 3 തരത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, അഗ്രിമെൻറ്റ് വിത്ത് ദ ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈഡ് ടെറിട്ടറീസ്. ബൈലാറ്ററൽ റിലീഫ് എങ്ങനെയൊക്കെയാണ് അത് സെക്ഷൻ 90ലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സെക്ഷൻ 90ൽ സെൻട്രൽ ഗവൺമെൻറ് മേ എൻ്റർ ഇൻ ടു അഗ്രിമെൻറ്റ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് എനി കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ ഓർ സ്പെസിഫൈഡ് ടെറിട്ടറി ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ വരുന്ന ഒരു എൻട്രി ഒരു അഗ്രിമെൻറ്റ് വെക്കുന്നതിനെയാണ് നമ്മൾ സെക്ഷൻ 90ൽ പറയുന്നത്. അതാണ് ഫസ്റ്റ് ടൈപ്പ്. അപ്പോൾ അവിടെ നമ്മൾ ഫോർ ഗൈഡൻസ് ഓഫ് റിലീഫ് ഇൻകം ഓഫ് ഇൻകം ടാക്സ് ഫോർ ബോത്ത് ഇൻ ഇന്ത്യ ആൻഡ് അതർ സ്പെസിഫൈഡ് കൺട്രി. ഇൻകം ടാക്സ് പെയ്ഡ് ടു ദിസ് amount will be for mutual economic relations, trades, investment ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യാനുമാണ്. പിന്നെ കൊറസ്പോണ്ടിങ് ലോ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടെറിട്ടറിയിൽ അപ്ലിക്കബിൾ ആവും. പിന്നെ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, പ്രിവെൻഷൻ ഓഫ് ഇവേഷൻ ഓർ അവോയ്ഡൻസ് ഓഫ് ഇൻകം ടാക്സ് ചാർജബിൾ അണ്ടർ ദിസ് കറസ്പോണ്ടിങ് ലോ. സ്പെസിഫൈഡ് ഇവേഷൻ ഓർ അവോയ്ഡൻസും നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ അഗ്രിമെന്റ് വയ്ക്കുക. And for recovery of income tax under this act under the corresponding law falls for specified territory. When the central government enter into or agreement enter ചെയ്യുമ്പോൾ country outside India or specified territory ആണെങ്കിൽ റിലീഫ് ഗ്രാൻഡ് ചെയ്യാം. പിന്നെ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ SSC അഗ്രിമെന്റ് വെക്കുന്നത് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് SSCയുടെ ബെനിഫിഷ്യൽ എക്സ്റ്റെൻഡിങ് ആയിരിക്കും. ആൻഡ് however the provision of chapter 10A general anti അവോയ്ഡൻസ് റൂൾ അപ്ലിക്കബിൾ ആയിട്ട് വരും. ആൻഡ് ബെനിഫിഷ്യൽ ആയിട്ട് വരണമെന്ന് ഇല്ല. പിന്നെ സെക്ഷൻ 94 പ്രകാരം നോൺ റെസിഡൻസ് ഒരു അഗ്രിമെന്റ് വെക്കുന്നത് സെക്ഷൻ 91 പറഞ്ഞിട്ടുള്ള പോലെ ക്ലെയിം അവൈൽ ചെയ്യുവാണെങ്കിൽ ടാക്സ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് TRC അത് ഗവൺമെന്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഫർണിഷ് ചെയ്യണം. അത് റെസിഡൻ്റ് ആയ കൺട്രിയിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യ ആണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയാണെങ്കിലോ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. And therefore a certificate issued government foreign countryയിലെ ഒരു പ്രൂഫ് പോലെ റെസിഡൻസ് ആണെന്ന് പിന്നെ ഫർദർ കണ്ടീഷൻസും പർട്ടിക്കുലർസും ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാതെ ഒരു സർട്ടിഫിക്കറ്റും ഫർണിഷ് ചെയ്യേണ്ടതാണ്. ഒരു ചാർജ് ടാക്സിൻ്റെ ചാർജ് ഉണ്ടെങ്കിൽ ചാർജബിൾ എത്രയാണോ ചാർജ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഡൊമസ്റ്റിക് കമ്പനീന് അപ്ലിക്കബിൾ ആയിരിക്കും ആ ചെയ്യും. ഇൻ കേസ് ഓഫ് റിഗാർഡിങ് ലെസ് ഫേവറബിൾ ചാർജ് ആണെങ്കിൽ ആ ടാക്സ് ഫോറിൻ കമ്പനിയുടെ ഫേവറബിൾ ആയിരിക്കും. പിന്നെ DTA ഡബിൾ ടാക്സേഷൻ ആക്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ മോഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട് പ്രൊസീഡിങ്സ് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊസീഡിങ് ആയിട്ടുള്ള വരും. അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊവിഷനും അപ്ലിക്കബിൾ ആവില്ല. പിന്നെ സെക്കൻഡ് ആണ് സ്പെസിഫൈഡ് അസോസിയേഷൻ. അതായത് ഡബിൾ ടാക്സേഷൻ റിലീഫ് അഗ്രിമെന്റ് വിത്ത് സ്പെസിഫൈഡ് അസോസിയേഷൻ വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് പറയുന്നത് ഡബിൾ ടാക്സേഷൻ റിലീഫ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രിമെന്റ് ബിറ്റ്വീൻ സ്പെസിഫൈഡ് അസോസിയേഷൻ അഡോപ്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അവർ പറഞ്ഞിട്ടുള്ള പോലെയാണെങ്കിൽ സെക്ഷൻ 90A ആണത് അപ്ലിക്കബിൾ ആയി വരുന്നത്. ഇതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫൈഡ് അസോസിയേഷൻ ഇൻ ഇന്ത്യ ഒരു അഗ്രിമെന്റ് എൻ്റർ ചെയ്യുന്ന ടെറിട്ടറി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത് ഒഫീഷ്യൽ ഗസറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഇവരെ അഗ്രിമെന്റിൽ പറഞ്ഞു. ദ ഗ്രാന്റ് ഓഫ് ഡബിൾ ടാക്സേഷൻ റിലീഫ്, അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ ഇൻകം, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഫോർ പ്രിവെൻഷൻ ഓഫ് ഇവേഷൻ ഓർ അവോയ്ഡൻസ് ഓഫ് ഇൻകം ടാക്സ്, റിക്കവറി ഓഫ് ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻസും അപ്ലിക്കബിൾ ആണ്. പിന്നെ 90A അഗ്രിമെന്റ് മേ ബി എൻഡ് സ്പെസിഫൈഡ് അസോസിയേഷൻ ആയിരിക്കാം. സ്പെസിഫൈഡ് ടെറിട്ടറി ഓഫ് ഇന്ത്യ that is adopted by central government with notification of official gazette granting relief of tax. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അഗ്രിമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ബെനിഫിഷ്യലായ SSC ദ പ്രൊവിഷൻ ഓഫ് ചാപ്റ്റർ 10 ജനറൽ ആൻറ്റി അവോയ്ഡൻസ് റൂൾ അപ്ലിക്കബിൾ ആണെങ്കിൽ അവർക്കത് ബെനിഫിഷ്യൽ ആവില്ല. DTA അപ്ലിക്കബിൾ ആവാൻ നോൺ റെസിഡൻ്റ് ആണെങ്കിൽ വിത്തൗട്ട് അഗ്രിമെന്റ് സെക്ഷൻ 90A അപ്ലൈ ചെയ്യുമ്പോൾ റിലീഫ് കിട്ടണമെങ്കിൽ ടാക്സ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് TRC നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അത് ഒബ്റ്റെയിൻ ചെയ്തിട്ട് ഗവൺമെന്റിന്റെ സാക്ഷൻ വഴി സ്പെസിഫൈഡ് ടെറിട്ടറിയിൽ ഫർണിഷ് ചെയ്യണം. ആ ഏതാണോ റെസിഡന്റ് കൺട്രി. Therefore the certificate issued by the government for foreign could be a proof of residence ആയിട്ട്. The certificate issued by the foreign country would be the proof of tax residence ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ particulars പ്രകാരം ചെയ്യാം. 90A ആണ് ഇത് പറയുന്നത്. The charge of tax is higher than the company incorporated ആണെങ്കിൽ ഇന്ത്യ compared to domestic company ആണെങ്കിൽ considerably less favorable charge levy ചെയ്യാനാണ് liability വരുന്നത്. For the purpose of section specified association means any institution association whether incorporated or not function begun in the function territory. ഇപ്പോൾ സെൻസ് പോയിന്റിൽ പറയുന്നത് purpose of ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് any institution, association or body whether incorporated or not functioning under the law of the time laws of specified territory in India അല്ലെങ്കിൽ outside India which is notified by central government and specified territory and means outside area എന്ന് പറയുമ്പോൾ which is notified by the central government. അങ്ങനെ വേണം ഇത് സ്പെസിഫൈഡ് അസോസിയേഷൻ ആയിട്ട് പറയാം. തേർഡ് കാറ്റഗറി ആണ്
there is no agreement. ഒരു കൺട്രി ആയിട്ട് ഒരു എഗ്രിമെൻറ്റും ഇല്ല, യൂണിലാറ്ററൽ അഗ്രിമെൻ്റ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എനി ഡബിൾ ടാക്സേഷൻ അഗ്രിമെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ടാക്സേഷനും ഇല്ലാത്ത ഒരു കൺട്രി ആണെങ്കിൽ 91 ആണ് കണ്ടീഷൻസ് പറയാം. സെക്ഷൻ where the SSC is resident in India during the previous year in respect of income is kind of income taxable article, the income occurs or arise him outside India, and the income is deemed to be occur or arise in India during the previous year. The income in the question is subject to foreign in hands of SSC. The SSC has paid tax in income for foreign country, and there is no agreement for relief for the India and other country occur. അങ്ങനെയൊക്കെ ആണെങ്കിൽ there agreement ഇല്ല. In such cases, the entitled for deduction of Indian income is taxable by him and will be calculated by doubly taxing income at Indian rate, and the whichever is lower, Indian rate of tax അല്ലെങ്കിൽ rates which Indian rate അല്ലെങ്കിൽ the rate of tax in which the set country whichever is lower ആയിരിക്കും applicable ആയിട്ട് വരുന്നത്. ഈക്വൽ ആണെങ്കിൽ ഈക്വൽ എമൗണ്ട് ആയിരിക്കും. ഇതാണ് നമ്മുടെ 3 ടൈപ്സ് റിലീഫ് പ്രൊവൈഡ് ചെയ്യും. ട്രാൻസ്ഫർ പ്രൈസിങ് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഒരു സെഗ്മെൻറ്റ്, ഒരു എൻ്റർപ്രൈസ് ഒരു സെഗ്മെൻറ്റിലോ പ്രൊഡക്റ്റിനോ സർവീസിനോ ദാറ്റ് ഇസ് സപ്ലൈ ടു അനദർ സെഗ്മെൻറ്റ് ഓഫ് ദ സെയിം എൻ്റർപ്രൈസ്, അവിടെയാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ റെലവൻസ് വരുന്നത്. ഇത് MNCകളുടെ ഇവല്യൂഷൻ വഴിയാണ് മെയിനായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് വന്നത്. അപ്പോൾ MNC എന്ന് പറയുന്നത് മെയിൻലി മൾട്ടിനാഷണൽ കമ്പനീസാണ്. അസോസിയേറ്റ്സ് എൻ്റർപ്രൈസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ പോകേണ്ടി വരും. അപ്പോൾ ടാക്സ് അഡ്മിനിസ്ട്രേഷന് അൺജസ്റ്റ് ആവാനുള്ള കാരണങ്ങൾ വരാം. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനും കമ്പനീൻ്റെ ഇൻട്രസ്റ്റും ഷെയറും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MNC's ടോട്ടൽ പ്രോഫിറ്റ് ടാക്സ് അതോറിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റൂൾ വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് റിലേറ്റഡ് പാർട്ടീസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ വെദർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഓർ whatever, അവിടെ നമ്മൾ ആംസ് ലെങ്ത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം എന്ന് പറയും. ഇപ്പം ആംസ് ലെങ്ത് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് പാർട്ടീസ് ആയിട്ടുള്ളവർ നമ്മൾ ട്രേഡിങ് കണ്ടക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ അൺജസ്റ്റ് ആവാൻ, അതായത് കുറച്ച് ഒരു സോഫ്റ്റ് കോർണർ ഫേവറബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംസ് ലെങ്ത് പ്രിൻസിപ്പിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് സ്പെഷ്യൽ ചെക്കൗട്ട് വേണ്ടി വരും. അത് ടാക്സ് അതോറിറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ആംസ് ലെങ്ത് പ്രിൻസിപ്പിൾ എന്താണ് ഡീറ്റെയിൽ ആയി നോക്കാം. ആംസ് ലെങ്ത് പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ 2 അസോസിയേഷൻ ആണ്. ദ പ്രൈസ് എത്രയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. 2 കമ്പാരബിൾ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ആൻഡ് അൺറിലേറ്റഡ് പാർട്ടീസ് വിത്ത് കൺസിഡറേഷൻ ഇസ് ഓൺലി കൊമേഴ്ഷ്യൽ, അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ആംസ് ലെങ്ത് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ആംസ് ലെങ്ത് പ്രൈസ് ഒക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺടെക്സ്റ്റിൽ ടാക്സേഷൻ്റെ കോൺടെക്സ്റ്റിൽ വരുമ്പം ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് ഈ ടാക്സ് കൺവെൻഷൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇമ്പോസ് ചെയ്യുമ്പോൾ 2 അസോസിയേഷൻ അല്ലെങ്കിൽ 2 ഇൻഡിപെൻഡൻറ്റ് എൻ്റർപ്രൈസസ് ആണ് ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് ആംസ് ലെങ്ത് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുമ്പോൾ പ്രോപ്പർ ട്രാൻസ്ഫർ പ്രൈസ് റേഞ്ചിങ് ബിറ്റ്വീൻ അസോസിയേഷൻ ആൻഡ് എൻ്റർപ്രൈസസ് കണ്ടക്ട് ചെയ്യണം. മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമൈൻ ബിസിനസ് റിലേഷൻ വിത്ത് ഇൻഡിപെൻഡൻറ്റ് പാർട്ടീസ് ആണ്. അപ്പോൾ ആംസ് ലെങ്ത്തിലെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് എൻ്റർപ്രൈസസ് ആയിട്ട് സെപ്പറേറ്റ് ആണെങ്കിൽ, അതുപോലെ ഇൻസെപ്പറബിൾ ആണെങ്കിൽ സിംഗിൾ യൂണിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ടി ഓഫ് MNC ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എൻ്റർപ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യണം. പിന്നെ റിഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ പ്രൈസ് ഡിസ്റ്റോറേഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുക. പിന്നെ മിനിമൈസേഷൻ, നമ്മുടെ ടാക്സ് ഡബിൾ ടാക്സേഷൻ്റെ മിനിമൈസേഷൻ ആണ് അതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ്. പിന്നെ അക്യുറേറ്റ് മെഷർമെൻറ്റ്, എക്കണോമിക് കോൺട്രിബ്യൂഷൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ആംസ് ലെങ്ത്തിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയും. നെക്സ്റ്റ് ഇനി പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമുക്ക് ഈ ALP അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. പ്രൈസ് കമ്പാരിസൺ ഡിഫിക്കൽട്ട് ഇൻ സർട്ടൻ കേസസ്. പ്രൈസ് കമ്പാരിസൺ ഡിഫിക്കൽട്ടാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഡാറ്റ ആൻഡ് റിലയബിലിറ്റി ഓഫ് അവൈലബിൾ ഡാറ്റ. They will be reasonably reliably compare uncontrollable ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസസ്. There will be administrative burden of taxpayer, administrative and burden increasing. The enterprise establishes condition of transaction at the time undertake. ഇപ്പോൾ നമ്മൾ അണ്ടർടേക്കിംഗ് ചെയ്യണം. അവിടെ തൊട്ട് അവരുടെ എൻ്റർപ്രൈസസിൻ്റെ ട്രാൻസാക്ഷൻ സമയത്തുള്ള കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും നമ്മളെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയിൽ വരും. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻ്റർനാഷണൽ ടാക്സേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡബിൾ ടാക്സേഷൻ ആയിരുന്നു മെയിൻ കോൺസെപ്റ്റ്. അതിൻ്റെ പ്രൊവിഷൻസും പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ്, ആംസ് ലെങ്ത് പ്രിൻസിപ്പിളൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്.